ഹലോ, നമുക്കിന്ന് നമ്മുടെ മലയാളികളുടെ ഇഷ്ട വിഭവമായ പൊറോട്ടയും ബീഫും ആയാലോ. ശരിക്കും പറഞ്ഞാൽ മലയാളികളാണ് ഇതിന് ഇത്രയും ഹൈപ്പ് കൊടുത്ത് എത്തിച്ച് പറയും. നമ്മൾ കേരളം കടന്നു കഴിഞ്ഞാൽ വേറെ ആർക്കും ഈ ബീഫിനോട് ഇത്ര താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ കഴിക്കാനേ ഇഷ്ടമല്ലാത്ത വിഭവമായിരിക്കും ബീഫ്. നമ്മൾ ബീഫ് കഴിക്കുമ്പോൾ അവരിങ്ങനെ നോക്കും, നിങ്ങൾ ബീഫൊക്കെ കഴിക്കുമോ എന്നുള്ള രീതിയിലാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ നെയ്ബേഴ്സൊന്നും ബീഫ് കഴിക്കില്ല. അത് ഞാൻ മുൻകൂട്ടി ചോദിച്ചറിഞ്ഞതാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അവരുടെ മക്കൾ നമ്മുടെ വീട്ടിലേക്ക് കളിക്കാൻ വരുമ്പോൾ നമ്മൾ എന്തുണ്ടാക്കിയാൽ നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമല്ലോ. പക്ഷേ അവർ കഴിക്കാത്ത സാധനങ്ങൾ നമ്മൾ കൊടുക്കാനും പാടില്ല. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി അറിഞ്ഞു വെച്ചതാണ്. കാരണം ഈവനിങ് അവർ വരുമ്പോൾ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, അവർ കഴിക്കാത്തതാണെന്ന് പറഞ്ഞാൽ അവർ വരുമ്പോൾ അതെടുത്ത് മാറ്റി വയ്ക്കുക. അവർ പോയതിന് ശേഷം കഴിക്കാമല്ലോ. എന്നാൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ ബീഫ് നോക്കാം. ചെറുള്ളി, സവാള, തക്കാളി, അതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവയെല്ലാം എണ്ണയിൽ നന്നായി വഴറ്റിയെടുത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പട്ട, ഗ്രാമ്പു പൗഡർ, അതുപോലെ വേവിച്ച് വെച്ച ബീഫ്, അതും കുരുമുളക് പൊടി, പട്ട, ഗ്രാമ്പു പൗഡറും മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ട് നന്നായി വേവിച്ച ബീഫിൻ്റെ വേവ് പലപ്പോഴും പല രീതിയിലായിരിക്കാം. ചിലപ്പോൾ 2-3 വിസിൽ വേവും, ചിലപ്പോൾ 8-9 വിസിലെടുത്താലും അത് വേവത്തില്ല. അതുപോലെ നമ്മളങ്ങനെ ആ ബീഫും കൂടി ഇട്ട് നന്നായി കുറുക്കിയെടുത്ത് അവസാനം കുറച്ച് കറിവേപ്പില, മല്ലിയിലയും ഒക്കെ ഇട്ട് പറഞ്ഞാൽ നല്ല മണമായിരിക്കാം. പിന്നെ എന്തും നമ്മളുടെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റൊന്നും വേറെ എവിടെയും കിട്ടില്ല.